യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം വിധത്തിലുള്ള യാത്രകളുണ്ട്? നമ്മൾ യാത്രകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റുകൾ, ലെസൺസുകൾ, യാത്ര ചെയ്തതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല വിധത്തിലുള്ള നേട്ടങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പല വിധത്തിലുള്ള നിർവചനങ്ങൾ ആളുകൾ കൊടുക്കാറുള്ളത്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ എന്തല്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നതിനെയാണ് യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഒരു നിശ്ചലമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നമ്മളിലൊരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എനർജി എപ്പോഴാണോ ഡൗൺ ആവുന്നത് ആ സമയത്ത് നമ്മളൊരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു യാത്രയോ, നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുള്ള സമയത്ത് നമ്മളൊരു വലിയ യാത്രയൊക്കെ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് യാത്രയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത്. യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റുകളുണ്ട്. നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ റിലീഫാവും. എല്ലാറ്റിനും ഉപരി നമ്മളുടെ പ്രാഥമിക കാര്യത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. ഒരു യാത്ര ചെയ്യുന്ന ആളും യാത്ര ചെയ്യാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന പുഴ പോലെയാണ്. അതെപ്പോഴും വൃത്തിയായിട്ട് വളരെ ക്ലീനായിട്ട് ഉണ്ടാകാറുള്ളത് അത് ഒഴുകുന്ന സമയത്താണ്. യാത്ര ചെയ്യാത്ത ആളുകൾ എന്ന് പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് തുല്യമാണ്. അതെപ്പോഴും മലിനമാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ഉള്ളത് അത് വെച്ചിട്ട് യാത്ര ചെയ്യുക. ഏതെല്ലാം വിധത്തിലുള്ള യാത്രകളുണ്ടെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ സ്പിരിച്വലായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, വിനോദയാത്രക്കായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, എക്സസൈസിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, വിവിധ തരത്തിലുള്ള പഠനാവശ്യാർത്ഥം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നും അവരുടെ പഠനയാത്രയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യിപ്പിക്കാറുണ്ട്.